അപ്പോൾ ഇന്ന് നമുക്ക് ഇഡ്ലിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇഡ്ലിപ്പൊടി പല രീതിയിൽ ഉണ്ടാക്കും. ചിലർ ചെറുപയറില്ല, അത് കുളന്നിട്ട് വറുത്ത് നന്നായിട്ട് കുളന്ന് അത് വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ എടുക്കുന്നത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന്, പിന്നെ ഇത് സാമ്പാർ പരിപ്പ്, പിന്നെ കടുക്, വറ്റൽമുളക്, വെളുത്തുള്ളി. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കായം ചേർക്കും. പിന്നെ ഫ്ലാക്സ് സീഡോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യും. തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചൂടുകട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് ഏതൊരു പരിപ്പാണോ കുറച്ച് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ സാമ്പാർ പരിപ്പ് കുറച്ച് എടുത്തുള്ളൂ. അതിനകത്തേക്ക് കുരുമുളകും വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതേ പാത്രത്തിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർത്ത് നന്നായിട്ട് വറുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു പിടി അരി, പച്ചരിയോ അല്ലെങ്കിൽ ബസ്മതി ഏതെങ്കിലും ഒരു അരി ഒരു പിടി മാത്രം ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ ഇഡ്ഡലിപ്പൊടി റെഡിയാവും. ഇതിനകത്തേക്ക് അല്പം ഉപ്പും പിന്നെ കായവും കൂടെ ചേർത്താൽ ഇഡ്ഡലിപ്പൊടി തയ്യാർ.